നമുക്കുണ്ടായിരുന്ന സൗകര്യം എന്ന് പറയുന്നത്, രാത്രി സമയത്ത് നമ്മുടെ മക്കൾ സ്വന്തം റൂമിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ മക്കളൊക്കെ എത്തിയല്ലോ എന്ന് വിചാരിച്ച് വാതിൽ കുട്ടിയിട്ട് സമാധാനത്തോടെ ഉപ്പാക്കും ഉമ്മാക്കും കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി 24 മണിക്കൂർ വീട്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിനുള്ളിൽ ഉണ്ട്, ഇവൻ പുറത്തിറങ്ങുന്നില്ലല്ലോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ അസ്വസ്ഥതയായി മാറുന്നത് എന്ന് നമ്മൾ അറിയണം. ഫിസിക്കലി അയാൾ നമ്മുടെ വീടിനുള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ തന്നെ പ്രസന്റ് ആണെങ്കിൽ പോലും അവൻ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മറ്റേതോ സ്ഥലങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് ഇതിൽ നിന്നുള്ള മോചനം എന്ന ആളുകൾ പലപ്പോഴും ചോദിക്കും. മൊബൈൽ ഫോണിനെ കുറിച്ച്, മൊബൈൽ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് പരിഹാരം എന്നുള്ളത്? ഇതിനൊരൊറ്റ പരിഹാരം മാത്രമേയുള്ളൂ. കുട്ടികളെ നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് നീ പോയി പഠിച്ചോ എന്ന് പറഞ്ഞ് മുതിർന്ന ആളുകൾക്ക് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ പ്രവേശിക്കാനുള്ള ഒരു അനുമതിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് നൽകാനുള്ള അടുത്തൊരു അസൈൻമെൻറ്റ്, ഇന്ന് പരിപാടി കഴിഞ്ഞ് പോയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എത്ര സമയമാണ് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ആപ്പുകളാണ് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, മുതിർന്നവരിൽ നിന്ന് പലപ്പോഴും മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാണാൻ കഴിയാത്തൊരു തലമുറയാണ് എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം. അല്ലാതെ കഴിഞ്ഞ തലമുറയേക്കാൾ മോശമാണ് ഈ തലമുറ എന്ന് നമ്മൾക്കൊരിക്കലും പറയാൻ കഴിയില്ല. വളരെ ഇൻ്റർനാഷണൽ ഏജൻസിയായ മക്കിൻസി നടത്തിയ ഒരു പഠനമുണ്ട് പുതിയ തലമുറയെക്കുറിച്ച്, ജെൻ സീറ്റയെക്കുറിച്ചും ജനറേഷൻ ആൽഫയെക്കുറിച്ചും. ഇപ്പോൾ ജനറേഷൻ ആൽഫ കഴിഞ്ഞു, ബീറ്റയായി മാറി എന്നാണ് പുതിയ വർഷം മുതൽ പറയുന്ന ഒരു കാര്യം. ഈ രണ്ട് തലമുറകളെക്കുറിച്ചും മക്കിൻസി പറയുന്നത് യഥാർത്ഥത്തിൽ യു ഷുഡ് നോട്ട് കോൾ ദം ന്യൂ ജെൻ, instead you should call them true gen, because they are the seekers of truth. അവർ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മറ്റൊന്നിനോടും ബാധ്യതകളില്ല എന്നുള്ളതിനെ പോസിറ്റീവായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എൻ്റെ ബാപ്പ ഇന്നയാളായിരുന്നു, എൻ്റെ ഉമ്മ ഇന്നയാളായിരുന്നു, ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കുട്ടികളെ അവർ ചെയ്യുന്ന എന്തെങ്കിലും മോശമായ കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കളയുന്ന ഒരു കാര്യമല്ല. പകരം അവർക്ക് ബോധ്യം വരണം. അവർക്കുണ്ടാകേണ്ട ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് സമാധാനപരവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം. അതിനെ നിങ്ങൾ ഇഹലോക ജീവിതമെന്നോ പരലോക ജീവിതമെന്നോ പറഞ്ഞ് നിങ്ങൾ വിഭജിച്ചാലും ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഏകകമാണ്. അതിനിടയിൽ എപ്പോഴോ സംഭവിക്കുന്ന മരണം എന്ന് പറയുന്ന ഒരു കാര്യം ഇടയിലുള്ളതിനാലാണ് നമ്മൾ ഇഹലോകമെന്നും പരലോകമെന്നും അതിനെ വേർതിരിക്കുന്നത്. അങ്ങനെയല്ല. മറിച്ച് ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന ജീവിതത്തെ സംബന്ധിച്ച അതുകൊണ്ട് തന്നെ നാം IECI നൽകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൻ്റെ ഒരടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ടോട്ടൽ സ്പാനുമായി, അതിൻ്റെ ടോട്ടൽ ലെങ്ത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ ചുരുങ്ങിയ കാലം വരുന്ന ദ ഇൻഫിനിറ്റസിമലി സ്മോൾ എന്ന് പറയുന്ന വളരെ ചെറിയ പോർഷനിൽ 30,000 ദിവസത്തിൽ താഴെ വരുന്ന ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ പടച്ചവൻ പറയുന്നതനുസരിച്ച് മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിത്യസന്തോഷത്തിൻ്റെ നിത്യസമാധാനത്തിൻ്റെ ഭവനത്തിലേക്കായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠം. അതിനാൽ നമ്മുടെ വിദ്യാഭ്യാസം വഴി നമ്മുടെ കുട്ടികൾ ഇതുപോലെ നിത്യസന്തോഷത്തിൻ്റെ ഭവനത്തിലെത്തിപ്പെടണം എന്ന് നാം ആഗ്രഹിക്കുന്നു. വല്ലാഹു യദു ഇലാ ദാരിസ്സലാമി, അതിമനോഹരമായ വിശുദ്ധ ഖുർആൻ്റെ ഒരു ക്ഷണമാണ്. പടച്ചവൻ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് നിത്യമായ സന്തോഷത്തിൻ്റെ ഗേഹത്തിലേക്കാണ്. പക്ഷെ ആ സന്തോഷത്തിൻ്റെ ഗേഹത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഭാഗമായി അവൻ എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തിയോട് നമ്മൾ ഇസ്ലാമിക പരിസരത്ത് നിന്ന്, ഇത്തരം സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് അവൻ എത്തിച്ചേരുക എന്നുള്ളതാണ്. കുല്ലുഹും ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമാധാനം ബോധിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടം കഴിഞ്ഞ് ആ സമാധാനം ബോധിപ്പിക്കുന്നത് തൃപ്തികരമായ രീതിയിലാണെങ്കിൽ നിത്യമായ സന്തോഷത്തിൻ്റെ ഭവനത്തിലേക്ക് അവനെത്തും. പക്ഷേ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ
ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഞാനങ്ങ് സ്വർഗത്തിലേക്ക് നേരെ നടന്നു പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, ഒരു സങ്കേതമല്ല സ്വർഗം എന്ന് പറയുന്നത്. പകരം നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ ആദ്യം മാതാപിതാക്കളോട്, ബന്ധുക്കളോട്, സമൂഹത്തിലെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത്, നിങ്ങളുടെ ഉത്തരവാദിത്തം എങ്ങനെയാണ് നിർവഹിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിജയം തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ KG കുട്ടികളുടെ, പ്രൈമറി കുട്ടികളുടെ പരിപാടികളാണ് കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ പ്രൈമറി കുട്ടികളുടെയും KG കുട്ടികളുടെയും പരിപാടികളുടെ ആകർഷണീയത എന്ന് പറയുന്നത് അതിൽ വളരെ എല്ലാ സ്റ്റെപ്പുകളും വളരെ റിതമിക്കായി മാത്രമല്ല, അതിൽ പലപ്പോഴും സ്റ്റെപ്പുകൾ തെറ്റും, ചിലപ്പോൾ കാര്യങ്ങൾ മറന്നുപോകും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ആ പരിപാടി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്, ആ കുട്ടികളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്ന നിഷ്കളങ്കതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിഷ്കളങ്കത എവിടെ വെച്ചാണ് നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്നത് എന്നതിനെക്കുറിച്ച് കാര്യഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്കൂൾ വാർഷിക പരിപാടികളുടെ, ഈ കളർഫുൾ പ്രോഗ്രാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അവതരിപ്പിക്കുന്നത് മുഴുവൻ ഗ്രൂപ്പ് പരിപാടികളാവും, അല്ലെങ്കിൽ മെജോറിറ്റിയും ഗ്രൂപ്പ് പരിപാടികളാവും. പക്ഷേ അവിടെ നിന്ന് കാണുന്ന ഒരാളും, ഒരു രക്ഷിതാവും ഗ്രൂപ്പ് പരിപാടികൾ കാണുകയില്ല എന്നുള്ളത് എനിക്ക് 100% തീർച്ചയാണ്. കാരണം ഇവിടെ 16 പേരുടെ, 24 പേരുടെ പരിപാടി ഇവിടെ നടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന രക്ഷിതാവ് കാണുന്നത് സ്വന്തം കുട്ടിയെ മാത്രമാണ്. കൗതുകപൂർവ്വം നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എൻ്റെ കുട്ടി എന്ന് ഓരോ നോട്ടത്തിലും. അതിനാൽ അവതരിപ്പിക്കപ്പെടുന്നത് ഗ്രൂപ്പാണ് എന്നിരിക്കെ തന്നെ കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ, ഇൻഡിവിജ്വലായ പ്രോഗ്രാമായി മാറുന്ന അത്ഭുതം സംഭവിക്കുന്ന ഇടങ്ങളുടെ പേരാണ് സ്കൂൾ വാർഷിക പരിപാടികൾ എന്ന് നമ്മൾ അറിയണം. ഈ കൗതുകം ഇന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ അന്തിമമായ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ഘട്ടത്തിലും ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ കൗതുകപൂർവ്വം, സന്തോഷപൂർവ്വം ഇരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന പ്രകടനങ്ങളായിരിക്കണം നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കേണ്ടത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അങ്ങനെ കാഴ്ചവെക്കാൻ പാകത്തിനുള്ള മാതൃകയാർന്ന ഒരു ജീവിതമാണോ ഞാൻ കാഴ്ചവെക്കുന്നത് എന്നൊരാലോചനയും അന്വേഷണവുമാണ് ഇത്തരം പരിപാടികളുടെ പങ്കാളിത്തം വഴി നിങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങ് ജീവിതത്തിൻ്റെ അന്തിമമായ ഘട്ടത്തിലേക്ക്, അനന്തതയിലേക്ക് നീളാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ മാത്രം ബാക്കിയാവുകയും എത്ര നിങ്ങൾ തെരഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ആ പരിസരത്തൊന്നും ഇല്ലാതെ വരുന്നു എന്നുള്ള ഭീകരമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചും ഭീകരമായൊരു ഭാവിയെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വമൻ സ്വലഹ മിൻ ആബാഹിം, അങ്ങനെയാണല്ലോ, അബ്നായിഹിം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ. നമ്മളുടെ മക്കൾ നമ്മളുടെ കൂടെ മൂല്യങ്ങളിൽ നമ്മളുടെ കൂടെ നടക്കുന്നുണ്ടോ, നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ അതിന് കാരണമാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്രകാരം കുട്ടികളുടെ കൂടെ നമ്മൾക്ക് നടക്കാൻ കഴിയുക, വാക്ക് അലോങ് വിത്ത് ദം. നമ്മൾ കുട്ടികളുടെ മുകളിൽ എപ്പോഴും ഒരു നിരീക്ഷകനായി, ഒരു പോലീസ് ബുദ്ധിയോടെ നടക്കണമെന്നല്ല. നമ്മളുടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിന് എന്തെങ്കിലും ഒരു കുഴപ്പം അതിൻ്റെ സെറ്റിങ്സിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആരാണ് നന്നാക്കി തരുന്നത്? നമ്മുടെ മക്കളാണ് ഇപ്പോൾ നന്നാക്കി തരുന്നത്. അവർക്കറിയാം, കാര്യങ്ങൾ അറിയാം, വിവരങ്ങൾ അവർക്കുണ്ട്. ഇപ്രകാരം നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടിക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സുകൾ ഉള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഞാനെന്താണ് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്ത് റീലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് 2-3 പ്രാവശ്യം ഞാൻ കാണുമ്പോൾ എൻ്റെ മൊബൈൽ മനസ്സിലാക്കുന്നു ഇയാളുടെ ഇൻട്രസ്റ്റ് എന്തിലാണ് ഉള്ളത് എന്ന്. ആ ഇൻട്രസ്റ്റ് എൻ്റെ കുട്ടിക്ക് അറിയാൻ പറ്റുന്നതാണ്, എൻ്റെ കുട്ടിക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്നതാണ് എന്ന ബോധത്തിൽ വേണം മുതിർന്ന ആളുകളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ യൂസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും എന്തുകൊണ്ട് കുട്ടികൾക്ക് സമൂഹത്തെ വിശ്വാസമില്ലാതെ പോകുന്നു എന്നതിൻ്റെ കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് വിശ്വാസമില്ലാതാകുന്നതിന് മുമ്പ് രക്ഷിതാക്കളുമായി ഒരു വിശ്വാസക്കമ്മി, ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ നമ്മളെപ്പോഴും യു ആർ ഓൾവേസ് അണ്ടർ സർവൈലൻസ് ക്യാമറ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ. കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ബാപ്പയും ഉമ്മയും നന്മയുടെ മാത്രം പര്യായങ്ങളാണ് അവർ. അതിനാൽ അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു തിന്മ സംഭവിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്ത വിധം നിഷ്കളങ്കരാണ് നമ്മുടെ കുട്ടികൾ. അവർക്ക് അത്തരം നന്മകളുടെ ചിത്രങ്ങൾ മാത്രം കാണിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് സമാധാനിക്കാം.
ഈ പറയുന്നതിനർത്ഥം രക്ഷിതാക്കളുടെ നല്ല മാതൃകകൾ കൊണ്ട് മാത്രം കുട്ടികൾ നന്നായി പോകും എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മൾ. അത് പടച്ചവൻ്റെ വിധിയാണ് എന്നാണ് ഞാൻ പറയുക. പക്ഷേ ക്ഷമാപൂർവമായ നടത്തം കുട്ടികളുടെ കൂടെ നടക്കാൻ കഴിയണം. നിങ്ങൾ സിനിമകളെക്കുറിച്ചും സിനിമയിലെ വയലൻസിനെ കുറിച്ചും ആളുകൾ പറയുന്നുണ്ട്. നമ്മളുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഗെയിമാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മകനോട് ഞാൻ ചോദിച്ചു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോട് ചോദിച്ചു, മോനെ നീ ഏതാണ് ഗെയിം കളിക്കുന്നത്? അപ്പോൾ നീ വെടിവെക്കുന്ന ഏതെങ്കിലും ഗെയിമുകൾ നീ കളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഫ്രീ ഫയർ കളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ അടുത്ത സെൻറ്റൻസ് അത് പറഞ്ഞ ഉടനെ, പപ്പ ഞാൻ ചോര ഒഴുകുന്ന കളിയൊന്നും ഞാൻ കാണാറില്ല എന്നുള്ളത്. ഇറ്റ് വാസ് ആൻ ഐ ഓപ്പണർ ടു മീ. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചു, എന്താണ് ചോര ഒഴുകുന്ന കളി? അപ്പോഴാണ് ഞാൻ ഈ ഗെയിമുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ചോര ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന ധാരാളം ഗെയിമുകൾ നമ്മുടെ കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഗെയിം കളിക്കുന്ന കുട്ടികൾ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധു വീട്ടിൽ പോകുമ്പോൾ, കാരണം സ്വന്തം കുട്ടികൾ അങ്ങനെ ഉണ്ടാവില്ല എന്നാണല്ലോ നമ്മൾ കരുതുന്നത്, നമ്മൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നിൽക്കാനും ഇരിക്കാനും കഴിയാതെ ഫാൻ ഇട്ടാലും AC ഇട്ടാലും വിയർത്തുകൊണ്ട് അവരുടെ മസിൽ ഇങ്ങനെ വലിഞ്ഞു മുറുകി നമ്മളുടെ കുട്ടികൾ നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു. മൊബൈൽ കളിക്കുന്നതിനിടയിൽ ചിലപ്പോൾ കുട്ടികളെ അധ്യാപകനെ എന്തുകൊണ്ട് ചീത്ത പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് താഴെ ആളുകൾ കമൻറ്റ് ചെയ്യുകയാണ്, കഞ്ചാവാകും, MDMA ആകും. കഞ്ചാവും MDMA ഒന്നും വേണ്ട നമ്മുടെ കുട്ടികൾ അങ്ങനെ പെരുമാറാൻ. മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ ആ സാധനം കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കൂ. ഇതേ ഭാവം, അവൻ്റെ മസിലുകളുടെ ബലം. ഞാൻ പറയുന്നത് മുതിർന്ന കൗമാരത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ കുട്ടികളെ കുറിച്ചല്ല, നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലെ, നമ്മുടെ KG ക്ലാസ്സുകളിലെ കുട്ടികളെ കുറിച്ചാണ്. അവരുടെ മസിലിൻ്റെ ബലം എന്താണ് എന്ന് നിങ്ങൾ അറിയും. അവളുടെ മുഖത്തെ ഭാവം കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോകും. നാഗവല്ലി ആവാഹിച്ചു പോയോ ഇവളിൽ എന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചു പോകും. എൻ്റെ മകൾ തന്നെയാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കും. ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കണമെന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ചില ഡിസിപ്ലിനുകൾ നമ്മൾ പാലിച്ചേ പറ്റൂ. കുട്ടികളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് മൊബൈൽ നോക്കി നിൽക്കാം, റീലുകൾ കാണാമെന്ന് വിചാരിക്കുന്നതായിക്കൂടാ നമ്മുടെ കുടുംബ സാഹചര്യം. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ശീലിക്കണം. മുമ്പ് ഉള്ള വല്യമ്മമാർ ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ വല്യമ്മയോടൊരിക്കൽ പറഞ്ഞു, നിങ്ങൾക്കത് പറയാമായിരുന്നു. കാരണം 10ഉം 12ഉം മക്കളുണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ മാമ്പൂവിൻ്റെ കൊലയിൽ എങ്ങനെ പൂക്കളെ കാണാൻ മാത്രം മക്കളുള്ള കാലത്ത് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെയും കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ മാത്രം മക്കൾ നമ്മൾക്കൊന്നും ഇല്ലല്ലോ. 2, 3, 4 എന്ന് പറയുന്നത് പോലും എക്സെപ്ഷൻ ആവുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾക്ക് ഇത്ര കുറഞ്ഞ അളവിൽ മക്കളുണ്ടായിട്ട് പോലും അവരെ നോക്കാൻ കഴിയാത്ത വിധം ജീവിത തിരക്കുകളിലായി പോകുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഈ തിരക്ക് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വല്യുപ്പമാരെ, വല്യുമ്മമാരെ, നിങ്ങളുടെ മക്കൾ, പേരക്കുട്ടികൾ അവർ വളരെ ചെറിയ പ്രായത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി, അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം പിന്നീട് ഒരുപാട് സമയം ലാഭിക്കാൻ അത് നമ്മെ സഹായിക്കും. അത് ലാഭിക്കുന്നത് നമ്മൾക്ക് ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മളുടെ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ചില ലെഗസികൾ ബാക്കി വെച്ച് നമ്മൾക്ക് പോകണം. നമ്മുടെ കർമ്മം കൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ രക്ഷപ്പെടുക നിത്യമായ ജീവിതത്തിൽ. പകരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എൻ്റെ ബാപ്പയും ഉമ്മയുമൊക്കെ എനിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. കുട്ടികൾ കൗമാരത്തിലോ യൗവനാരംഭത്തിലോ ഒക്കെ കുട്ടികളിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ കുട്ടികളത് തിരിച്ചറിയും. ആ കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പിതാവിൻ്റെ കഥയുണ്ട്. ആ പിതാവിൻ്റെ മക്കൾ ചെയ്ത അത്രയും ക്രൂരത ലോകത്തൊരു പിതാവിനോടും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും. യാക്കൂബ് നബിയുടെ കഥയാണത്. അദ്ദേഹത്തിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ടുപോയി കിണറ്റിലിട്ട് ബാപ്പ സങ്കടപ്പെട്ട് കരഞ്ഞ് ബാപ്പ അന്ധനായി പോകുന്നോ എന്ന് തോന്നുന്ന സമയത്ത് പോലും മക്കളിൽ ഒരാൾക്ക് പോലും ഒരല്പം പോലും പൊട്ടുന്നില്ല. ബാപ്പയോടൊന്ന് പറയാം, മുമ്പ് ഞങ്ങൾ പറ്റിപ്പോയി ബാപ്പ എന്ന് പറയണം. 2ാമത്തെ മകനും ഈജിപ്തിൽ ഉപേക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് അങ്ങനെ ആ സമയത്ത് പോലും പറയാൻ കഴിയുന്നില്ല. അഷ്കു ബസി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ ദുഃഖവും സങ്കടവും ഒക്കെ പടച്ചവനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പിതാവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വസ്ത്രവുമായി വരുന്ന സമയത്ത് യൂസുഫിൻ്റെ മണം ഞാൻ അറിയുന്നു. ഏത് യൂസുഫിൻ്റെ?
വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട, വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ മകൻ്റെ മണം ഇപ്പോഴും എൻ്റെ മൂക്കിൽ ഞാൻ അറിയുന്നു എന്ന് പറയാൻ മാത്രം സ്നേഹനിധിയായൊരു പ്രവാചകൻ. അത്രക്ക് ക്രൂരത കാണിച്ച മക്കൾ പിന്നീട് ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ വരുമ്പോൾ, ജീവിതത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ വരുമ്പോൾ, അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, മക്കൾ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന് അവർ നൽകുന്ന ഉത്തരവും വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുണ്ടായിരുന്നോ യാക്കൂബിൻ്റെ മരണസന്ദർഭത്തിൽ? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ? നിങ്ങൾ ആർക്കായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യുക എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നു, ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഞങ്ങൾ താങ്കളുടെ പിതാവിൻ്റെ പ്രപിതാവിൻ്റെ ഏകനായ ഇലാഹിനായിരിക്കും ഞങ്ങൾ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ ഞങ്ങൾ തിരിച്ചു വെക്കുക, അവനായിരിക്കും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇത് മക്കൾ ചെയ്ത ക്രൂരതകൾ പരിഗണിക്കാതെ ക്ഷമാപൂർവം അവരുടെ കൂടെ നടന്ന, അവരുടെ കൂടെ ജീവിച്ച ഒരു പിതാവിൻ്റെ വിജയത്തിൻ്റെ ചരിത്രമാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പാഠങ്ങളുണ്ട്. ഇപ്രകാരമുള്ള ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഗൗരവതരമായി കാണുകയും മക്കളെ വളർത്തുക എന്ന നമ്മളുടെ മേലിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിഗുരുതരവും ഗൗരവതരവുമായ ഈ ജോലിയെ ആ ഗൗരവത്തോടെ കൂടി തന്നെ നിർവഹിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വെറുപ്പിൻ്റെ അന്തരീക്ഷം നാട്ടിലിങ്ങനെ ദൈനംദിനമെന്നോണം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കിട്ടിയതിനേക്കാൾ മോശമായൊരു രാജ്യമാണോ നമ്മളുടെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് എന്ന ശങ്കയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പക്ഷെ നമ്മൾ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാജ്യം, മെച്ചപ്പെട്ട ഒരു ഇന്ത്യ നമ്മുടെ മക്കൾക്ക്, അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഇന്ത്യ നമ്മുടെ പേരക്കുട്ടികൾക്കായി ബാക്കി വെക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്ന്, മൗണ്ട് ഫ്ലോർ സ്കൂൾ പോലുള്ള സ്കൂളുകളിൽ നിന്ന് നൽകപ്പെടുന്ന മൂല്യ വിദ്യാഭ്യാസത്തിന് അനുസൃതമായി അവരുടെ ജീവിതം ക്രമപ്പെടുത്താനുള്ള ആലോചനയും ചിന്തയും അത്തരം പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവണം. അത്തരം ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Thank you, sir. Thank you for enlightening us with your wise and intelligent words. We also request you to deliver a few prizes to the HNC quiz competition winners. The students are